മനുഭവനത്തിലേക്ക് മിഥുൻ എത്തിയിരിക്കുകയാണ്. അച്ഛൻ മനുവിനും അമ്മ സുജയ്ക്കും അനുജനുമെല്ലാം ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു വേദന ആ വീടിന് ചുറ്റും തങ്ങി നിൽക്കുകയാണ് കഴിഞ്ഞ 2 ദിവസമായി. തേവലക്കരയാകെ ആ കുടുംബത്തിൻ്റെ കണ്ണീരിനൊപ്പം ചേരുകയാണ്. കണ്ടിരിക്കുന്ന ടെലിവിഷൻ സ്ക്രീനിലൂടെ കണ്ടിരിക്കുന്നവർക്കും ഇതേ വേദന ഉള്ളിൽ അനുഭവപ്പെടുന്നുണ്ടാകും. ആ കുഞ്ഞ് മരിച്ചത് അവൻ്റെ തെറ്റുകൊണ്ടാണെന്ന് എങ്ങനെ പറയാൻ കഴിയും നമുക്ക്? ഉള്ളിലേക്ക് പോയതാണ്. കളിക്കിടയിൽ ചെരുപ്പെടുക്കാൻ തകരഷീറ്റിന് മുകളിലേക്ക് കയറി അവനെ കാത്തിരുന്നത് മരണം വിതയ്ക്കുന്ന ഒരു ഷോക്കായിരുന്നു. അവനെ കൊണ്ടുപോയത് ഒരു ഇലക്ട്രിക് ഷോക്കാണെങ്കിൽ ഇപ്പോൾ അവൻ്റെ മരണം ആ കുടുംബത്തിനാകെ ഏൽപ്പിച്ചിരിക്കുന്ന ആഘാതമെന്ന് പറയുന്നത് അതിലും വലുതാണ്. ഒരുപാട് സ്വപ്നങ്ങളോടെ 13 വർഷം അവർക്കൊപ്പം ഉണ്ടായിരുന്ന ഉറ്റമകൻ അവനാണിപ്പോൾ ഓർമ്മയായി മാറാൻ പോകുന്നത്. ഉള്ളംതറയിലെ മനുഭവനത്തിലേക്ക് അവസാനമായി മിഥുൻ എത്തിയിരിക്കുകയാണ്. എല്ലാവർക്കും ഒന്ന് നിൽക്കാൻ പോലുമുള്ള സൗകര്യമില്ലാത്തൊരു കുഞ്ഞു വീടാണ്. ആ കുഞ്ഞു വീടിൻ്റെ ഭിത്തിയിൽ അവൻ വരച്ച ചിത്രങ്ങളുണ്ട്. വലിയൊരു വീട്, നല്ല ഒരു ജോലി, അനിയനെയും അച്ഛനെയും അമ്മയെയും അമ്മൂമ്മയും ഒക്കെ നന്നായി നോക്കാൻ തനിക്കും ഉയരങ്ങളിലേക്ക് എത്തണം, അങ്ങനെയൊക്കെ ആഗ്രഹിച്ച് പാഠപുസ്തകങ്ങളുമായി സ്കൂളിലേക്ക് പോയ കുഞ്ഞാണ് ഇപ്പോൾ അവിടെ ചേതനയറ്റ ശരീരമായി ആ കുഞ്ഞു വീട്ടിലെ മുറിക്കുള്ളിൽ കിടക്കുന്നത്. കഴിഞ്ഞ മണിക്കൂറുകളിൽ ആയിരങ്ങളാണ് അവൻ അന്ത്യാഞ്ജലി അർപ്പിച്ചത്. അവനെ അറിഞ്ഞവരും അറിയാത്തവരുമൊക്കെ ആ കുഞ്ഞിൻ്റെ മരണത്തിൽ വിഷമിക്കുന്നുണ്ടെങ്കിൽ അത്രയേറെ എല്ലാവരെയും വേദനിപ്പിക്കുന്ന ഒരു മരണമായി ഇത് മാറുന്നു എന്നാണ് അതിനർത്ഥം. ടി വി പ്രസാദ് കൂടി നമുക്കൊപ്പമുണ്ട്. ടി വി പ്രസാദ്, ഒരു നാടൊന്നാകെ കരയുകയാണ്. ആ വീട്ടിലെ നിമിഷങ്ങൾ അത് നമുക്ക് വാക്കുകളിൽ പ്രതിഫലിപ്പിക്കാൻ സാധിക്കുന്ന ഒന്നല്ല. തിക്കും തിരക്കും പോലീസിനെ നിയന്ത്രിക്കാൻ കഴിയുന്നതിലും അധികമായിരിക്കുന്നു ആ കുഞ്ഞു വീട്ടിൽ. അവിടെ ഇനിയിപ്പോൾ മിഥുന് അന്തിമോപചാരം അർപ്പിക്കുന്ന ചടങ്ങുകൾ. അമ്മ അവിടേക്ക് പതിഞ്ഞു. ആ വീട്ടിലെ ഒരു സാഹചര്യം കാണുമ്പോൾ അത് കണ്ടു നിൽക്കാൻ കഴിയാത്ത വണ്ണം അത്രയും വേദന ഉണ്ടാക്കുന്നതല്ലേ പ്രസാദ്? അത് തന്നെയാണ് സുജയ. ഇവിടെ നിന്ന് മിഥുനെ അവസാനമായി കണ്ടുവരുന്നവർ അവരുടെ കരച്ചിൽ നമുക്ക് സഹിക്കാൻ പറ്റുന്നതിലും എത്രയോ അപ്പുറമാണ്. ഈ കൊച്ചു വീട്ടിലേക്ക് നിരവധി പേരാണ് മിഥുനെ അവസാനമായി കാണുന്നതിന് വേണ്ടി ഇവിടേക്ക് എത്തിയത്. ഇത് വീട് എന്നൊന്നും പറയാനില്ല സുജയ. ഒരു 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 കൊച്ചു കൂര എന്ന് പറയേണ്ടി വരും. എനിക്ക് ഈ കാഴ്ച കരളലിയിക്കുന്നതാണ്. ആ കുഞ്ഞിൻ്റെ മുത്തച്ഛനാണ്. സങ്കടമാണ് ഇവിടെ നിന്നുള്ള കാഴ്ച. മുത്തച്ഛനെയാണ് നമ്മൾ രാവിലെയാണ് അമ്മ വിദേശത്ത് നിന്ന് എത്തിയത്. സ്കൂളിൽ 10,000ങ്ങളുടെ അന്ത്യാഞ്ജലി ഏറ്റുവാങ്ങിക്കൊണ്ടാണ് മിഥുൻ്റെ മൃതദേഹം ഈ വീട്ടിലേക്ക് എത്തിയത്. വളരെ മിടുക്കനായ, എല്ലാവർക്കും പ്രിയപ്പെട്ടനാണ്. സുജയ, നമുക്ക് കണ്ടു നിൽക്കാൻ കഴിയാത്ത വിധം സങ്കടമാണ് ഓരോ ആളുകളുടെയും പ്രതികരണം. എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരുന്നു. എല്ലാവരെയും സഹായിക്കണം എന്ന് മാത്രമായിരുന്നു മിഥുനുണ്ടായതെന്ന് മിഥുൻ്റെ കൂട്ടുകാരും എല്ലാവരും പറയുന്നു. പട്ടാളക്കാരനാകാനായിരുന്നു മോഹമെന്ന് മുത്തശ്ശൻ പറയുന്നു. എല്ലാ കാര്യങ്ങൾക്കും ഓടിച്ചാടി മുൻപന്തിയിലുണ്ടായിരുന്നു തൻ്റെ മകൻ എന്ന് രാവിലെ അച്ഛനും നമ്മളോട് പറയുകയുണ്ടായി. ഈ വീട്ടിലെ നിലവിളികൾ, ആ നിലവിളികൾ ആർക്കും താങ്ങാവുന്നതിലും എത്രയോ അപ്പുറമാണ് സുജയ. സ്കൂളിൽ വലിയ സന്തോഷത്തോടെ പോയ മിഥുൻ, ആ മിഥുൻ്റെ മൃതശരീരമാണ് തിരിച്ചു വന്നത്. അത് താങ്ങാൻ പറ്റാതെയാണ്. ഇവിടെ അടുത്തടുത്തുള്ള വീടുകളെല്ലാം തീരെ ചെറിയ വീടുകളാണ്. സാമ്പത്തികമായിട്ടൊക്കെ വലിയ താഴെയുള്ളവരാണ് എല്ലാവരും. പക്ഷേ എന്നിട്ടും വലിയ സന്തോഷത്തോടു കൂടി, ഒത്തൊരുമയോടുകൂടി ജീവിച്ചു പോന്നവരാണ് ഇവിടെയുള്ള പ്രദേശവാസികളെല്ലാം.
ഓരോ വീട്ടിലെയും ആളുകൾ രാവിലെ 6 മണിക്ക് നമ്മളിവിടെ എത്തുന്നത് മുതൽ ഈ വീട്ടിലുണ്ടായിരുന്നു. എല്ലാവരും വലിയ ഐക്യത്തിലാണ്. മിഥുനെ വലിയ ഇഷ്ടമാണ്. NCCയിൽ ചേരണം, പട്ടാളക്കാരനാകണം എന്ന ആഗ്രഹവുമായിട്ടാണ് ഈ സ്കൂളിൽ പഠിക്കാനെത്തിയത്. അവിടെ അധികൃതരുടെ വീഴ്ചയെ തുടർന്ന് മിഥുൻ്റെ ചേതനയേറ്റ ശരീരം ഈ വീട്ടിലേക്ക് എത്തിക്കുമ്പോൾ ഇവിടെയുള്ള കാഴ്ച അസഹനീയമാണ് സുജയ.